മുസ്ലിം വിഭാഗത്തിനെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന പരാമർശം ആവർത്തിച്ച പ്രധാനമന്ത്രി ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പൂർണ്ണമായും വർഗീയതയും വിദ്വേഷ പ്രസംഗവും ആവർത്തിക്കുന്ന മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ശേഷം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കും. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഇതുപോലെ തന്നെ കേദർനാഥിലെ ഗുഹയിൽ നരേന്ദ്രമോദി ധ്യാനം നടത്തിയിരുന്നു. അതായത് അത് ഉത്തരാഖണ്ഡിൻ്റെ പരമ്പരാഗത വസ്ത്രമായ പഹാഡി ധരിച്ചുകൊണ്ട് മോദി അന്ന് ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങളടക്കമല്ലെന്നതിനെയും പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ തലേദിവസം, വോട്ടെടുപ്പിന് അന്നും തലേദിവസവും മെയ് 31-നും ജൂൺ 1-നും കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഇത്തരത്തിൽ ധ്യാനത്തിലിരിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും 2 ദിവസം ധ്യാനത്തിൽ മോദി ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ മോദി സ്വയം ദൈവമായിക്കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. താൻ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ താൻ ഉണ്ടായത് തൻ്റെ ജന്മം ജൈവികമല്ലെന്നും താൻ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണെന്ന രീതിയിലെല്ലാം തന്നെയും നരേന്ദ്രമോദി സംസാരിക്കുന്നു. അതുകൂടാതെ തൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ അനുഭവങ്ങളിലൂടെയാണ് താൻ ദൈവത്തിൻ്റെ ഒരു പുത്രനാണെന്നല്ല നിലയും തനിക്ക് ബോധ്യമായെന്ന് മോദി പറയുന്നു. അങ്ങനെ സ്വയം ഒരു ആൾദൈവമായിക്കൊണ്ട് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരു വശത്തുണ്ട്. മറ്റൊന്ന് ഹിന്ദുത്വ വോട്ടുകളുടെ ഒരു ഏകീകരണവും ഹിന്ദുത്വ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടെല്ലാം തന്നെയും മോദി ഗിമ്മിക്സുകൾ കാണിക്കുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ ഭാഗമായിട്ടാണ് ഈ ഒരു ധ്യാനത്തെ രാഷ്ട്രീയമായി ഒരു നേട്ടമായി മാത്രമേ കാണാൻ കഴിയൂ. എന്തായാലും അന്ന് 2019 ഇത് രാഷ്ട്രീയ നേട്ടമാണെന്നുള്ള വളരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. സമാനമായ വിമർശനം ഇപ്പോഴും ഉയരുകയും ചെയ്യുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം തന്നെയും വർഗീയ പരാമർശവും വിദ്വേഷ പ്രസംഗവുമായിരുന്നു മോദിയുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ആദ്യമെല്ലാം തന്നെയും മോദി ഗ്യാരണ്ടി, മറ്റ് വികസന പ്രവർത്തനം എല്ലാം തന്നെയും അക്കമിട്ട് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒരു 2ാം ഘട്ടം 3ാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഇതെല്ലാം തന്നെ മോദി ഗ്യാരണ്ടി മാറി. പിന്നീട് പൂർണ്ണമായും വർഗീയ പരാമർശവും അയോധ്യ രാമക്ഷേത്രവും മുസ്ലിം വിരുദ്ധ പരാമർശമെല്ലാം തന്നെയും ഈ പ്രചരണങ്ങൾ ഉടനീളം മോദി നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലും മോദി വ്യക്തമാക്കിയത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെതാണ് എന്നുള്ളതാണ്. മാത്രമല്ല ആർട്ടിക്കിൾ 370 കശ്മീർ റദ്ദാക്കിയത് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിലെല്ലാം തന്നെ ഒരുമിപ്പിച്ചു. മാത്രമല്ല അത് 4-5 കുടുംബത്തിൻ്റെ അജണ്ടയായിരുന്നു. ഇത് ജനങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്നായിരുന്നു എന്നെല്ലാം തന്നെയും മോദി പ്രസംഗിക്കുന്ന ഒരു ഘട്ടം കൂടി വരുന്നു. എന്തായാലും നരേന്ദ്രമോദി ഇനിയിപ്പോൾ ഈ മെയ് 31-നും ജൂൺ 1-നും ധ്യാനത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ നേട്ടം വെച്ചുകൊണ്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെയും പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറയുന്നത് BJPയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം BJPക്ക് ഇല്ല എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു ഗിമ്മിക്സിലേക്ക് നരേന്ദ്രമോദി നീങ്ങുന്നതെന്ന് വേണം നമുക്കിതിനെ വിലയിരുത്താൻ. സിദ്ധ.